ചുമ്മാ ഒരു വ്ളോഗ് ഇടാന്ന് വിചാരിച്ച് കുറേ ദിവസമായി വ്ളോഗ് ഇട്ടിട്ടാണ്. അപ്പോൾ ഒരു വ്ളോഗ് ഇന്ന് ഞായറാഴ്ച ഫ്രീ ആണ്. ഫ്രീ ആ മീൻസ് ആൽബത്തിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്, അതൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ പറയാം. അച്ഛൻ കാര്യമായിട്ട് ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ സംഭവം വർക്കൊന്നും ഇല്ല, ഞാൻ വെറുതെ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു പണി എടുത്തൂടെ മോനെ. അപ്പൊ ഇന്നാളൊരു വീഡിയോ ഒക്കെ ഇട്ട് ചെറുങ്ങനെ ഒന്ന് എയറിൽ കയറാൻ കുറെ ആൾക്കാർ ശ്രമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എയറിൽ കയറാതിന് താഴേക്ക് തന്നെ പോയി. കുറെ ആൾക്കാർക്ക് ഇൻഫ്ലുവൻസേഴ്സിന് എന്തോ ദേഷ്യം ഉണ്ടോ തോന്നുന്നു, ചിന്താഗതി ഉണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ്. അവര് ജോലി ചെയ്യുന്നുണ്ടോ അതൊന്നും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ലല്ലോ. പിന്നെ ഒന്നാമത് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യില്ല, അതിന് വേറെ വേറെ പേജുകളാണ്, ഓരോന്നിനും സെപ്പറേറ്റ് പേജ്. അപ്പൊ തന്നെ ഒരു 6-7 പേജ് ഉണ്ട്. അതൊരു ചോദ്യം ഇപ്പൊ ഇത്രയും പേജസ് ഞാൻ തന്നെ മാനേജ് ചെയ്യുന്നത്. യൂട്യൂബിൽ ചാനൽ തുടങ്ങിക്കൂടെ? എല്ലാവർക്കും ചെയ്യാം, എല്ലാവരും ഷെയർ ആക്കണം. പിന്നെ ഇന്നാളത്തെ ഒരു വിഷയത്തിന് ശേഷം കുറച്ചൊന്ന് വാന മുട്ടുന്ന പോലെ പോയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ വേറെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളെ പ്രശ്നങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല കാര്യമായിട്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഇവിടെ വീട്ടിലിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എല്ലാവരും, കാരണം ഇവിടെ ഒരു പ്രശ്നമില്ല, നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇവിടെ എല്ലാവരും സൂപ്പർ കൂളാണ്. ഈ സംഭവം ഇന്നാൾ നടന്നൊരു പ്രശ്നത്തിനെ തുടർന്ന് കുറേ ആൾക്കാർ എന്തൊക്കെയോ വന്ന് പറഞ്ഞ് കുറേ കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് ഒക്കെ ഇട്ട് കുറേ ഫോളോ ചെയ്യാത്ത ആൾക്കാർ കുറേ എന്തൊക്കെയോ നെഗറ്റീവ് എന്ന് പറഞ്ഞ് ഞാൻ കണ്ട് കുറേ ആൾക്കാർ പറയുന്നത്. ഞാൻ മൊത്തം മലയാളത്തിൽ കുറേ വലുതാക്കി ടൈപ്പ് ചെയ്യുന്നത് ഞാൻ വായിക്കാനുള്ള ഇതുണ്ടാവില്ല. പിന്നെ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാറുള്ളത്. പിന്നെ ഒന്നും അറിയാത്തൊരു നിഷ്കളങ്കനായ ഒരു അച്ഛൻ, ഒന്നും അല്ലേ ഒന്നും പറ്റാത്തൊരു അച്ഛനും ഉണ്ട് ഇവിടെ. അപ്പൊ അച്ഛനൊന്ന് താമരയിലേല് വെള്ളം പറ്റൂലല്ലോ, അതുപോലെയാണ് ജീവിതം എന്നാണ് അച്ഛന്റെ പോളിസി. ആരെന്ത് പറഞ്ഞാലും നമ്മളെ ബാധിക്കൂല. ഓ അത് കൊള്ളാം, ആ കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമായി. അപ്പൊ അങ്ങനെയൊക്കെയാണ് വീട്ടിലെ കാര്യങ്ങള്. പിന്നെ അതിനിടെ പെങ്ങൾ എന്ത് ചെയ്യുന്നത് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പെങ്ങൾ TTCക്ക് ഇപ്പൊ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, ചിലപ്പോ അത് ക്യാൻസൽ ചെയ്യൂ അല്ലേ? ഒന്നും പ്ലാൻഡ് അല്ല, ഓളെ കാര്യം ഒന്നും പ്ലാൻഡ് അല്ല. ഞാനായിട്ടൊന്നും പറയുന്നില്ല, നീ വെറുതെ അത് പറഞ്ഞ് അതിനൊരു തല്ല്, അതിനൊരു കുടുംബ പ്രശ്നം. ഇവിടെ ഇപ്പൊ പല്ല് വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എലൈനർ ഇട്ടിട്ടുണ്ട്. കാരണം ഓള് കുറച്ച് സൗന്ദര്യം കൂട്ടിയോണ്ട് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഉടനീളം നടക്കുന്നത്. പക്ഷെ നമ്മളെ ടോപ്പിക് അങ്ങനെ കാര്യങ്ങൾ ആയിക്കോട്ടെ, അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ട് നിൽക്കുമ്പോഴും ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. അത് നിങ്ങളോട് പറയാണ്ട് കുറെ ആൾക്കാർ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇവിടെ യാതൊരു പ്രശ്നമില്ല. പിന്നെ പുറമെ ഇറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കണം എന്നില്ല. പിന്നെ പുറമേ നിന്ന് ഇറങ്ങുമ്പോൾ കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ പുറമേ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ചാടി കളിക്കാൻ പറ്റും, ഞാൻ എൻ്റെ പേഴ്സണൽ പ്ലേസിലല്ലേ സംസാരിക്കുന്നത്, ഞാൻ ഇവരുടെ അടുത്തുനിന്നോ ഇങ്ങനെ ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കുള്ളൂ, വേറെ ഏടൊന്നും ഇത് ഉണ്ടാക്കൂല. എനിക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ട് നടക്കുന്നില്ല. വ്ളോഗ് എടുക്കാൻ വേണ്ടി ഏതെങ്കിലും ടീം പ്രൊമോഷന് വിളിക്കുമ്പോൾ മാത്രം അത് അങ്ങനെ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. അല്ലാതെ ഞാൻ പുറമെ ഇറങ്ങുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി നടക്കുന്ന ഒരാളല്ല. അത് ഞാൻ പേഴ്സണലി പറയാണ്. എനിക്ക് പറ്റുന്നില്ല, നിങ്ങളെ കാണുമ്പോൾ ചാടി കളിക്കാനും ഇങ്ങനെ വ്ളോഗ് എടുത്ത് നടക്കാനും എനിക്ക് പറ്റുന്നില്ല. ഒരു പ്രശ്നമായിരിക്കാം. ഇന്ന് താള് ഉപ്പേരിയാണ് അമ്മ ഉണ്ടാക്കുന്നത്. കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലേ, ഇത് സിമ്പിളാ. മിഥുനം കർക്കിടക മാസത്തിൽ കണ്ടോടെ കറ പിടിച്ച് ഇതൊരു തരി ഡ്രസ്സിലായി കഴിഞ്ഞാൽ അപ്പൊ കറ പിടിക്കും. കറ പിടിച്ച എന്തായാലും ഈ ഡ്രസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലോ, അതുകൊണ്ട് ഹാപ്പി അല്ലേ? നല്ല ഡ്രസ് ആയി കേട്ടോ, അതല്ലേ ഞാൻ പറഞ്ഞു. വേറെ എന്താ അത് മാർക്ക് ചെയ്ത് വെച്ചോളി. ഇവളെ ഒന്ന് വായൊന്ന് കാണിക്കാം. ഉണ്ടോ പുതിയ അലൈനേഴ്സ് വെച്ച അവസ്ഥയിലാണ് വരുന്നത്. ഇവക്കന്നെ എന്തൊക്കെയോ ആവുണ്ട് ഇവള്. ഇവ 2 ദിവസമായി വെച്ചിട്ട് അതൊന്നും കൊളാബറേഷൻ ഒന്നും കേട്ടോ, പണി അതൊക്കെ അച്ഛൻ സ്പോൺസർ ചെയ്താണ്. അച്ഛൻ ഇപ്പോൾ പെൻഷൻ ആയതിനു ശേഷം അച്ഛൻ്റെ ജീവിതം അച്ഛൻ ഭയങ്കര സുലഭമായി ഹാപ്പി ആയി ചെയ്യുന്നു. വീഡിയോ എടുക്കുമ്പോൾ അച്ഛനെ കാണുന്നില്ല, അച്ഛൻ ഓടി ചാടി അച്ഛൻ. അങ്ങനെ ആണ് വീട്ടിലെ കാര്യങ്ങൾ. അമ്മേ മൊത്തത്തിൽ എന്ത് തോന്നുന്നു ഇപ്പോൾ വ്ളോഗൊക്കെ ചെയ്ത് വ്ളോഗറൊക്കെ ആയി? നിങ്ങള് ഞാനോ അല്ലെ നമ്മള് വ്ളോഗർ ആകുന്ന എന്താ ഒന്നുമില്ല. നമ്മളെ ജീവിതത്തിൽ നമുക്കൊരു പ്രൈവസി എന്നുള്ളൊരു കാര്യം ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് ഉണ്ടാവാത്തൊരു കാര്യമാണ്. അങ്ങനെയൊന്നും കേട്ടോ, കുറെ ആൾക്കാർ കാണുമ്പോൾ സംസാരിക്കാൻ വരും, അതാണ് നമ്മളെ പ്രൈവസി. അങ്ങനെയല്ല, അതല്ല പറഞ്ഞേ. നമ്മളെ അത് കാണുന്നവരെ സംസാരിക്കാൻ നമുക്ക് എത്രയോ സന്തോഷാ. എന്നെ സംബന്ധിച്ച് സന്തോഷമാണ്. അമ്മച്ചനും പറയൂ, കുറെ ആൾക്കാർ വന്ന് സംസാരിച്ച് അവിടെ മോനെ ഈ എത്ര ആൾക്കാരാണ് നമ്മള് വീഡിയോ കാണുന്നത്. എനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ. എനിക്ക് ഒരാള് എന്റെ വീഡിയോ എടുത്തു തരാണെങ്കിൽ പോലും, ഞാൻ വെറുതെ നടക്കുന്ന പോലെ വീഡിയോ എടുത്തരാണ് എനിക്ക് സന്തോഷം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഞാൻ
വീഡിയോ എടുത്തിറക്കി വീഡിയോഗ്രാഫർ ഉണ്ട്. ഇപ്പോൾ വീഡിയോഗ്രാഫി എഡിറ്റിംഗ് ഒക്കെ സെപ്പറേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രോയിങ് സ്റ്റേജിലാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പൊങ്കാലൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ വിടി. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ എന്ത് തോന്നുന്നു? നാടുംപുറം വീട്ടുംപുറം ഹാപ്പി അല്ലേ? മറ്റേ പ്രശ്നം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം നിൽക്കുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം അമ്മ 2 വാക്ക് അതിനെ പറ്റി പറയൂ. അപ്പം നിങ്ങൾ കേൾക്കുക. അമ്മ എന്താണ് മറ്റേ ആ പ്രശ്നത്തിനെ പറ്റി അമ്മയ്ക്ക് ഒരു 2 വാക്ക് അമ്മ ഒന്ന് പറയോ? എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രശ്നം എന്നറിയാൻ മാത്രമുള്ള പ്രശ്നമൊന്നും ഇല്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ഞാൻ ഫുഡൊക്കെ എണീക്കാൻ വൈകിയാലോ പഠിക്കുന്ന കുട്ടിയാണ്. ഇവിടെ എന്ത് മോളായി കഴിഞ്ഞാലും ഞാൻ അത്രേ അതിനെപ്പറ്റി ചിന്തിക്കുള്ളൂ. ഞാനൊന്നും ചിന്തിക്കാതെ രാവിലെ ചിലപ്പോൾ ഞാൻ അത്ര നേരത്തെ എണീക്കൊന്നുമില്ല. ഉള്ള ഭക്ഷണം എന്തായാലും എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും ദേവിന് അതൊരു വിഷയമല്ല, അവൾ എന്തായാലും കഴിച്ചോളും. ഞാൻ അവൾക്ക് രാവിലെ ഭക്ഷണമൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞ് എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനത് തിരക്കിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എണീറ്റ് വന്നിട്ട് എന്നോട് അങ്ങനെ ചോദിച്ചാൽ എനിക്കതിനെ നിസ്സാരമായിട്ട് എടുത്താൽ മതി. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അങ്ങോട്ട് എല്ലാത്തിനും മക്കൾ പറയണത് എല്ലാത്തിനും കയറി ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ മോനൊന്നും എൻ്റെ അടുത്ത് ഒരു ബാഡ് വേർഡ് ഒന്നും യൂസ് ചെയ്തിൻ്റെ പറയലൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. ഇതിന് റിയാക്ട് ചെയ്തവരൊക്കെ എന്തൊക്കെ മോശത്തരാ വിളിച്ച് പറഞ്ഞത്. ഈ റിയാക്ട് ചെയ്ത് ഒരാൾക്ക് ഇപ്പൊ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും പറയുന്ന ഒരു ഫെയർ യൂസ് ആണ് കണ്ടന്റ്, നല്ല രീതിയിലാണ് കണ്ടന്റിനെ യൂസ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തിട്ട് മെയിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ഓരോ ആൾക്കാർക്ക്. പക്ഷേ കോമഡി ആയിട്ട് ചെയ്ത ട്രോളായിട്ടൊക്കെ ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ഭയങ്കര ഇഷ്ടമായി. ഈ ചിരിച്ചോണ്ട് കാണാൻ എനിക്കറിയാം. പക്ഷെ എന്തോ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലോ. ഇതിന് കാരണക്കാരെ ഞാൻ അമ്മയാണോ എന്ന് ചോദിച്ചൊരു സംഭവമായിട്ട് കണ്ടന്റ് ആക്കി ചെയ്തിട്ടുണ്ട്. 1 മില്യന്റെ മുകളിലാവാനായി കണ്ടന്റ് ആക്കി എടുത്ത് കുറെ ആൾക്കാർ ആസ്വദിച്ചത്. അതിനകത്തും തെറി വിളിക്കുന്നുണ്ട് വേറെ കാര്യം. അപ്പോൾ ദേവ് എന്ത് തോന്നുന്നു ഇന്നാളത്തെ ആ വിഷയം എന്താണത്? നമുക്ക് ഇവിടെ നിർത്തുക ലാസ്റ്റ്. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ ആരും വെച്ചില്ല, മറന്നുപോയി. ഞാൻ അന്ന് രാത്രിയിൽ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഫോൺ അവിടെ ഞാൻ പറഞ്ഞു ഫോൺ ചാർജ് ഇടണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അപ്പം തന്നെ ഉറങ്ങിപ്പോയി സ്പോട്ടിൽ. ഞാൻ ചാർജ് മീൻസ് അലാറം ഒന്നും വെച്ചില്ല. പെട്ടെന്ന് 8 എണീറ്റപ്പോഴാണ് സമയം കണ്ടത്. അപ്പം തന്നെ ഞാൻ റെഡിയാകാൻ വേണ്ടി പോയി. നന്ദുമായിട്ട് വന്ന് നന്ദു പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അത് പറയണ്ടായിരുന്നു, ഞാനൊന്നും ചെയ്തില്ല, എൻ്റെ മിസ്റ്റേക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പറയാനുള്ളത്, അത് ഇത്രത്തോളം റീച്ചാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നിട്ടപ്പം അത് ഞാൻ അതിനോട് പറഞ്ഞു. പിന്നെ ഞാൻ അടുത്ത ദിവസം പറഞ്ഞു, അത് ഇത്രത്തോളം നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചില്ല. ഏറ്റെടുത്തു. അല്ല, എല്ലാവരും സ്വന്തം വീടുകളിൽ അമ്മമാരെ അടുത്ത് ആരും ദേഷ്യപ്പെടാതിരിക്കാൻ നോക്കുക. അത്രയും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തവരൊക്കെ സ്വന്തം അമ്മേനെയൊക്കെ പൊന്നു പോലെ നോക്കുക. എൻ്റെ മോൻ എന്നെ ചീത്ത വാക്കുകളൊന്നും വിളിച്ചില്ല കേട്ടോ. അതിൽ നിങ്ങളൊക്കെ റിയാക്ട് ചെയ്തവരൊക്കെ ഉപയോഗിച്ച വാക്കുകൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടും കേട്ടും നോക്കി. എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? നിങ്ങളെ വീഡിയോസൊക്കെ കുട്ടികൾ കാണുന്നതല്ലേ, അവരിതൊക്കെ അല്ലേ കേൾക്കുക. ഒരാളെങ്ങനെ തെറി വിളിക്കണം എന്നുള്ളത്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ 6 കൊല്ലമായി ഈ യൂട്യൂബ് വീഡിയോ, ഞാൻ ഇതൊക്കെ അതല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫാമിലിനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. എല്ലാ ആൾക്കാരും ഞാൻ അങ്ങനെ ട്രീറ്റ് ചെയ്യാറുള്ളൂ. ഇതിനകത്ത് അമ്മയോട് ഞാൻ രാവിലെ എണീറ്റാൻ പാട് അങ്ങനെ ചോദിച്ചു തന്ന സംഭവമല്ലേ. അപ്പോൾ അതിന് ശേഷമാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിക്കുക അമ്മ ഇങ്ങനെ കരയുന്ന സമയത്ത് ഞാൻ എത്ര കൊല്ലമായി എന്നറിയോ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വെറുപ്പിച്ച് കഴിഞ്ഞാൽ അമ്മ കരയാൻ തുടങ്ങും. അമ്മ കരയാതെ അമ്മേൻ്റെ ഹാബിറ്റാണ്. അന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കും. അത് വല്ലാത്തൊരു ഹാബിറ്റ് തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കൂ, ഞാൻ എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കരഞ്ഞ് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ അന്നും അങ്ങനെ അതുപോലെ പെട്ടെന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ വാക്കൊന്നും എൻ്റെ മോനെ പറഞ്ഞിട്ടുമില്ല. എനിക്ക് ഇതൊരു കാര്യം മനസ്സിലായി. ഇത് റിയാക്ട് ചെയ്ത് കുറേ പെണ്ണുങ്ങൾ കുറേ പെണ്ണുങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെ റിയാക്ട് ചെയ്ത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. അങ്ങനെ കുറേ പേര് പറയരുത് എല്ലാം നല്ല പ്രോപ്പറായി ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞു തരണം, നിങ്ങളിൽ നിന്നല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. അല്ല അമ്മ ദേവ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അമ്മേനെ? ദേവ് ഹെൽപ്പ് ചെയ്യാ പറഞ്ഞാല് കിച്ചണില് ഹെൽപ്പ് ചെയ്യാൻ ദേവിന് സമയം കുറവാണ്. രാത്രി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം ഉള്ളപ്പോഴാണെങ്കിൽ പാത്രം കഴുകാനൊക്കെ കൂടും. ബാക്കി സമയമൊക്കെ പഠിക്കാനുണ്ടാവും. ഞാൻ പരീക്ഷയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ഞാനും ദേവിനോട് എന്താ പറയല്, വേണ്ട പോയി പഠിച്ചു, ചെയ്യണ്ട പോയി പഠിച്ചോ. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. എന്ത് മോളായാലും അതുപോലെയല്ലേ, അത്ര മാത്രമേ ചിന്തിക്കലുള്ളൂ. മോളായാലും അവൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചോളാൻ പറയും. കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ പറയും, അവിടെ ഒരു പെൺകുട്ടി ഇല്ലേ, അവൾക്ക് എന്താ ചെയ്തുകൂടെ, നിങ്ങൾ എന്താ കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണോ? ഒന്നും ഇല്ലാത്തോടത്തില് അല്ലാതെ ഒന്നും പറയാനില്ല. ഇവിടെ യാതൊരു ഒരു പ്രശ്നമില്ല. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് അതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത് നിൽക്കാറില്ല. ഞങ്ങളെ പേഴ്സണൽ ലൈഫ് ഇവിടെ നാട്ടിലുള്ളവർക്ക് ഞാൻ എങ്ങനെയാണെന്നും എൻ്റെ അമ്മ എങ്ങനെയാണെന്നും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മൊണ്ണയാണെന്ന്. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എക്സ്പോസ് ആവുന്നത് അങ്ങനെ ആയിരിക്കാം, ആൾക്കാരിലേക്ക് പെർസീവ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ അത്യാവശ്യം ഇവിടെ നാട്ടിൽ ഒരു സോഷ്യലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ, അത് 2018 വെള്ളപ്പൊക്കം വന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റാതെ പോയി.
ആ സമയത്ത് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഇവിടെ ചുറ്റുവട്ടത്ത് അന്ന് ആ ടൈമിൽ ഞാനും ഇവിടെ അല്ലേ ആരും ഇല്ലായിരുന്നു ആ ടൈമിൽ. പിന്നെ ആരുണ്ടാവുക, ശിബേട്ടനൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ശിബേട്ടനും പോകും. ഫയർഫോഴ്സിലാണ് ഏട്ടനുള്ളത്. അന്നപ്പോ ആ ടൈമിലൊക്കെ ഇവിടെ നടക്കുന്ന സിറ്റുവേഷൻ ആ 2 മണിക്ക് അതൊക്കെ നമ്മള് വീഡിയോ എടുത്തപ്പോ അതിനും കുറ്റം. വെള്ളപ്പൊക്കം ഉള്ളടത്തിൽ വീഡിയോ എടുക്കണോ? നമ്മള് സന്തോഷമായിരിക്കാൻ പാടില്ല, അവൻ അവന്റെ ജോലി ചെയ്തിരിക്കാൻ പാടില്ല. സംഭവം എന്താ വെച്ചാല് നിങ്ങള് ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലതൊന്നും ശരിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആവുന്നവരുടെ അടുത്ത് എന്തിനാ നിങ്ങൾക്ക് ഇത്ര ദേഷ്യവും? നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഫോണ്, ഞാൻ പണ്ട് തുടങ്ങിയപ്പോൾ മൈക്രോമാക്സിന്റെ മൊബൈലിലാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. എനിക്കിപ്പോഴും അറിയാം. എന്നിട്ട് ഞാൻ ഏട്ടൻ്റെ അടുത്ത് നിന്ന് ഏട്ടൻ്റെ ക്യാമറ കടം വാങ്ങി, അങ്ങനെ ലാപ്ടോപ്പ് അനിയൻ്റെ അടുത്ത് നിന്ന് വാങ്ങി, ഞാൻ അങ്ങനെ ആ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് തുടങ്ങി ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്ത് നിങ്ങളും ചെയ്യ്. ഞാൻ നിങ്ങൾക്കൊക്കെ സപ്പോർട്ടാണ്, എല്ലാവരും സപ്പോർട്ടാണ്. എല്ലാവരും ചെയ്തു തുടങ്ങിയാൽ മാത്രം മതി. ഇത്ര വീഡിയോസ് ഇട്ടാൽ മതി. 1000-2000 വീഡിയോസ് ഇടുമ്പോൾ അതായത് സാധാരണക്കാരനായ ഒരാൾ വീഡിയോസ് ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 1000-3000 വീഡിയോ ഒക്കെ ആകുമ്പോൾ 1 മില്യൺ അടുത്തൊക്കെ ആവുന്ന ട്യൂബഡിന്റെ കണക്ക് പ്രകാരം പറയുന്നുണ്ട്. സാധാരണക്കാരന് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടോ, നമ്മളെ മുഖത്തിന് ഫെമിലാരിറ്റി ഇല്ല ഏതൊരാളാണെങ്കിലും അത്രയും തോന്നെ വീഡിയോസ് ഇടുമ്പോൾ എത്തും. അപ്പോൾ ഇവിടെ ലൈഫിൽ കുടുംബത്തിൽ യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ ആ പ്രശ്നങ്ങൾ ഒന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇവിടെ എല്ലാവരും കൂളാണ്, എല്ലാവരും ഹാപ്പിയാണ്. ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ അവിടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ, ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ. കുറേ ആൾക്കാർ റിയാക്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. റിയാക്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ സ്ട്രൈക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒന്നാമത് ടെക്നിക്കൽ സൈഡ് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും കുറേ കണ്ടൻസ് ഒന്നാമത് എനിക്ക് ടൈമില്ല. സത്യമായിട്ട് ടൈമില്ല. ഈ വീഡിയോ എടുക്കുന്ന പോലെയല്ല, വ്ളോഗ് ചെയ്യുന്ന പോലെയല്ല. വെറുതെ ഇരിക്കുന്ന ഒരാളാ നിങ്ങൾ വിചാരിക്കേണ്ട. ഈ കുട്ടി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു കുട്ടിയല്ല. അവന്റെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു കുട്ടി സമ്പാദിക്കുന്നതിനെ പോലെ നല്ലപോലെ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ഒരാളാണ്. അതിന്റെ കൂടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് യൂട്യൂബ്. അതുകൊണ്ട് ഈ പേജിൽ 2000-ന്റെ മുകളിൽ വീഡിയോ ഇട്ടുണ്ട്. ഐഡിയൽ നന്ദൂട്ടിന്റെ 2000 മുകളിൽ വീഡിയോ ഇട്ടുണ്ട്. അമ്മേന്റെ കുക്കിംഗ് ചാനൽ 1600-ന്റെ മുകളിൽ വീഡിയോ ഇട്ടുണ്ട്. അതേപോലെ വൈഫായാലും ശരണ്യ പുതിയ അടുത്തായാലും അന്യത്തിൻ്റെ പേജിലായാലും ഞാൻ 700-1000 വീഡിയോസിൻ്റെ അടുത്ത് അതിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. വൈഫിൻ്റെ പേജിൽ 400 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് 400 ഇട്ടുണ്ട് നോക്കിയല്ല, ഇതിൽ കണക്കാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വർക്കിൽ നിങ്ങൾ സ്പെസിഫിക് ആവുക, നിങ്ങൾ ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്യുക. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുക. അതിൻ്റെ ഇടയിൽ തമ്മിൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഇതൊക്കെ ആവശ്യമുണ്ട്. ഇവനെ വിളിച്ചോളൂ. ഇവന്റെ ജോലി അതാണ്, പ്രൊഫഷണലി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്ളോഗ് മാത്രമല്ല, വ്ളോഗല്ല, ഞാൻ വെഡിങ് വീഡിയോഗ്രാഫി എടുക്കാറുണ്ട്. എൻ്റെ ക്ലയൻസിന് ആർക്കും എന്നോടൊരു എത്ര ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എന്താ ചിരിക്കാത്തതാണ് എന്നോട് എല്ലാവരും ചോദിക്കല്. കാരണം ഞാൻ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഒന്ന് ചിരിച്ചുകൂടെയെന്ന് ചോദിക്കും. ഈ വീഡിയോ കാണുന്ന പോലെ എനിക്ക് പ്രസൻസ് അവിടെ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ റിയൽ ലൈഫിൽ ഈ കാണുന്ന ഈ ഒരു സംഭവമല്ലേ, ഇപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ആ ഫോണിൽ കാണുന്ന ആ സംഭവം റിയലി ഡിഫറെൻറ്റാണ്. റിയൽ ലൈഫും ബ്ലോഗും കാണുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എങ്ങനെ എന്നെ കാണുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇത്ര കൊല്ലം ഞാൻ ബ്ലോഗ് ചെയ്താലും എനിക്ക് തോന്നിയൊരു കാര്യം എനിക്ക് പറയേണ്ടി വന്ന്. കാരണം കുറേ ആൾക്കാർ അൺനെസറി ആയിട്ട് റിയാക്ട് ചെയ്ത് അതിനെ കോളാക്കി എടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ അവരുടേതായ ഒരു വേ ഓഫ് പേഴ്സ്പെക്റ്റീവ് ഇല്ലേ, അത് ഭയങ്കരമായിട്ട് അവർ സ്പിറ്റ് ചെയ്ത് അവരെ ലൈഫുമായിട്ട് അവർ റിലേറ്റ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരാൾ റിയാക്ട് ചെയ്തത് എടുത്തിട്ട് ആ റിയാക്ഷനെ കോപ്പി അടിച്ച് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത ആൾക്കാരൊന്നും ഞാൻ കോപ്പറേറ്റ് സ്ട്രൈക്ക് കൊടുത്തില്ല. മോശമായിട്ട് ഭയങ്കര ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നവരൊക്കെ ആണ് റിയാക്ട് ചെയ്തത്. അതിനകത്ത് ഒരാളുണ്ട്, ഞാൻ ആരും എടുത്ത് പറയുന്നില്ല, അയാളൊക്കെ പറഞ്ഞ വേർഡ്സൊക്കെ നമുക്ക് നല്ലോണം അറിയാം. ശരിക്കും പറഞ്ഞാൽ ഒരാളെ സൈബർ ബുള്ളിങ് ആയിട്ട് സംസാരിക്കുന്നത്, അതായത് നിങ്ങളിപ്പോൾ ഇതിപ്പോൾ കാണുന്ന ഒരാൾ, വീഡിയോ കാണുന്ന ഒരാൾ മനസ്സിലാക്കുക, നിങ്ങളെ ഫാമിലിയിലൊരാളെ അതായത് റിയാക്ട് ചെയ്യുകയാണ് ഒരാൾ, പബ്ലിക് ഫിഗർ ആവണമെന്നില്ല. നോർമലി നടക്കുന്ന സമയത്ത് ഒരാൾ വീഡിയോ എടുത്തിട്ടിട്ട് അത് പബ്ലിക്കായി മാറിക്കഴിഞ്ഞാൽ പബ്ലിക് വീഡിയോ അല്ലേ, അപ്പോൾ അതിനെടുത്ത് റിയാക്ട് ചെയ്യുക, ഈ മൊണ്ണ എന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് അടക്കുമ്പോൾ കേസ് കൊടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ പ്രകാരം കേസ് കൊടുക്കാൻ പറ്റും. എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ റിയാക്ട് ചെയ്യാത്ത പറഞ്ഞാൽ അവർ അതിൻ്റെ അകത്ത് പൈസ ഉണ്ടാക്കി അവർ എടുത്തോട്ടെ, നമുക്കതിൽ വിഷയമോ പ്രശ്നങ്ങളോ ഇല്ല. പക്ഷേ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാതൊക്കെ, അച്ഛൻ എന്താ അങ്ങനെ, അമ്മ എന്താ ഇങ്ങനെ, ഇവനെന്താ ഇങ്ങനെ, അത് വേറെ രീതിയിലാണ് പറയുന്നത്. ഞാൻ വാക്കുകൾ ഉപയോഗിക്കരുത്. യൂട്യൂബൊക്കെ കുട്ടികളെ കാണുന്നതല്ലേ, എന്തിനങ്ങനെ വായിന്ന് തെറിവാക്കുകൾ മാത്രം വന്നോണ്ട് അല്ലാതെ പറഞ്ഞൂടെ, അല്ലാതെ നല്ല വാക്ക് ഉപയോഗിച്ച് സംസാരിച്ചൂടെ നോക്കെ, അത്രേ ഉള്ളൂ. അതാ ഞാനും പറയുന്നുള്ളൂ. അച്ഛനുണ്ടോ? അച്ഛനെന്താ ഇന്നാളത്തെ ആ പ്രശ്നത്തിനെതിരെ അച്ഛനെന്താ പറയാനുള്ളത്? നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വായിക്കലേ അല്ല മെസ്സേജ് ഒന്നും, കമന്റ് അല്ലേ? കമന്റ് അത്രേ ഉള്ളൂ. നിങ്ങൾ ഫോക്കസ് ചെയ്യും നിങ്ങളെ ലൈഫിൽ.
ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒറ്റ വ്ളോഗർമാരെ വീഡിയോ ഞാൻ എൻ്റെ ലൈഫ് കാണല്ല. എനിക്ക് ഇഷ്ടമല്ല വ്ളോഗ്, എനിക്ക് ഇഷ്ടമല്ല. എന്തിനാ ഒരാളെ ലൈഫിൽ അല്ല അങ്ങനെ വ്ളോഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ത് മണ്ടത്തരാ. ഞാൻ ഈ നന്ദുരം വ്ളോഗ് തുടങ്ങാൻ കാരണം എന്താ പറയുക, ഇതിന് വലിയ മാർക്കറ്റ് ഉണ്ട്, ഇതിന് വലിയ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഇത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഏറ്റവും കൂടുതൽ ആൾക്കാർ മറ്റൊരാളെ ലൈഫിൽ എന്ത് നടക്കുന്നത് എത്തി നോക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഇതിന് മാർക്കറ്റ് കൂടുന്നത്. വോയേറിസം എന്നൊക്കെ പറയണമെങ്കിൽ പറയാം, പച്ചയ്ക്ക് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു കണ്ടന്റാണത്. അന്നപ്പോൾ ഒരാളെ ലൈഫിൽ എന്ത് നടക്കുന്നത്, എന്താണ് നടക്കുന്നത് അതറിയാനുള്ളൊരു ത്വര, അതാണ് ഈ കണ്ടന്റിനെ എൻകറേജ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഹിന്ദിയിലൊരു വ്ളോഗർ ഉണ്ട്, ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. ജസ്റ്റ് നിങ്ങൾ വ്ളോഗ് ഹിന്ദി വ്ളോഗ് നടിച്ചാൽ ആദ്യം ഓൻ്റെ വീഡിയോ ആയിരിക്കും വരിക. ഒരു ചിത്രം വരയുന്ന ആളാണ്, ഓൻ്റെ വ്ളോഗിന് എന്ത് മാർക്കറ്റ് അറിയോ? പിന്നെ നമ്മളെ ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് അതിന് മാർക്കറ്റ് കുറവാണ്. ഇത്ര കോടി ജനങ്ങളോ കേരളത്തിൽ കാണാനുള്ളൂ. അതിലും എത്രയോ ആൾക്കാർ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരെ, ചെറിയ മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്ട് അതിൻ്റെ മാർക്കറ്റ് പിന്നെയും കുറയുക. പക്ഷേ ഹിന്ദി ചാനലുകൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ട്. അത് കണ്ടറിഞ്ഞ് മാർക്കറ്റ് മനസ്സിലാക്കി ഹിന്ദിയിലും മലയാളത്തിലും കണ്ടന്റ്സ് ഇടുന്ന ക്രിയേറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ. അത് സംഭവമാണ്. അമ്മയ്ക്കറിയാം. അതാണ് അന്നപ്പോൾ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഏസിഫ് നൗ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങൾ ഹാപ്പി ആയിരിക്കുക അല്ലേ അമ്മേ? ഇവിടെ മീൻകറിയാണ്. ചെറിയ വിളിച്ച് കമന്റ് ഇട്, അല്ല റിയാക്ട് ചെയ്യരുത്. മറ്റാരെ വീഡിയോ പറഞ്ഞോളി, കുട്ടികൾ കാണൂലേ വീഡിയോ? തീർച്ചയായും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ഫ്രം നന്ദുരം വ്ളോഗ്. വേറെ വീഡിയോ കാണാം.